8,000-ലധികം വേക്കൻസീസുമായിട്ട് SSC 2024 MTS നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഡോട്ട്സ് അക്കാഡമിയുടെ ഈ വീഡിയോ സെഷനിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് മെയിൻ ഡേറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. എന്താണ്? മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, നോൺ ടെക്നിക്കൽ ആണ്, ആൻഡ് ഹവിൽദാർ. രണ്ട് പോസ്റ്റുകളിലേക്കാണ് വരുന്നത്. ഒന്ന് മൾട്ടി ടാസ്കിംഗ് വരുന്നുണ്ട്, പിന്നെ ഹവിൽദാർ CBIC ആൻഡ് CBN ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ എക്സാം ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് സബ്മിഷൻ 27/6 തുടങ്ങിയിട്ട് ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക. ജൂലൈ 31 നമ്മളെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റെസീറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സെയിം ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. And next one is a window for application form corrections. ശ്രദ്ധിക്കുക, എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നത് ഓഗസ്റ്റ് 16 17 ഈ ഡേറ്റും ഒന്ന് ഓർത്ത് വെക്കുക. കാരണം മിസ്റ്റേക്സ് സാധാരണയായിട്ട് സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു സമയമാണ്, ഓഗസ്റ്റ് പകുതിയാകുമ്പോഴാണ് ആ ഒരു ദിവസം വരുന്നത്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ഷെഡ്യൂൾ ഓഫ് ദി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. അത് വരുന്നത് ഒക്ടോബർ നവംബറിലായിരിക്കും MTSൻ്റെ അതേപോലെ തന്നെ ഹവിൽദാറിൻ്റെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം MTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഇവിടെ നോക്കുക. നോൺ ടെക്നിക്കലാണ്, പേ ലെവൽ 1 ആണ്. സാലറി എന്ന് പറയുന്നത് പേ ലെവൽ 1 ആസ് പെർ 7th പേ കമ്മീഷൻ. ആൻഡ് ഇതിനകത്ത് പെടുന്നത് ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് പോസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ വേരിയസ് മിനിസ്ട്രീസിൽ, ഡിപ്പാർട്ട്മെൻറ്റ്സിൽ, ദെൻ ഓഫീസേഴ്സ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, സ്റ്റേറ്റ്യൂട്ടറി ബോഡീസ്, ആൻഡ് ദെൻ ട്രിബ്യൂണൽസ്, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ്, ഇതിലെല്ലാം. ദെൻ ഹവിൽദാർ എന്ന് പറയുമ്പം CBIC ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ CBN എന്ന് പറയുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് ആണ്. കാരണം ഹവിൽദാർ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. CBIC എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആണ്. CBN എന്ന് പറയുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് ആണ് പറയുന്നത്, അണ്ടർ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ, ദാറ്റ് ഇസ് വിച്ച് കംസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. അപ്പം ഇത്രയും പോസ്റ്റുകളിലേക്കും ഇത്രയും മിനിസ്ട്രീസിലും ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കുമാണ് MTSും അതേപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിലേക്കുള്ള ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എക്സാക്റ്റ് വേക്കൻസീസ് എത്രയാണെന്നുള്ളത് നോക്കാം. കാരണം MTSനും ഹവിൽദാറിനും കൂടി ചേർന്നിട്ടാണ് 8,000-ലധികം വേക്കൻസീസ് വരുന്നത്. അതിൽ MTSൻ്റെ വേക്കൻസീസ് നോക്കുക, 4,887, ഏകദേശം 5,000-നോടടുത്ത് വേക്കൻസീസ് വരുന്നുണ്ട്. ഹവിൽദാർ ആൻഡ് CBIC ആൻഡ് CBN വരുന്നത് 3,439 ആണ് വരുന്നത്. 3,500-ഓളം ഏകദേശം അത്രത്തോളം വരുന്നുണ്ട് വേക്കൻസീസ്. സോ വേക്കൻസീസ് പിന്നീട് അപ്ഡേറ്റ് ചെയ്യും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി മെയ്ഡ് അവൈലബിൾ ഓൺ ദി വെബ്സൈറ്റ് ശ്രദ്ധിക്കുക, ssc.gov.in. ഈ വെബ്സൈറ്റിലാണ് നമ്മൾ അപ്ഡേറ്റഡ് വേക്കൻസിക്ക് നോക്കേണ്ടത്. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇതാണ് നമ്മളെ വെബ്സൈറ്റ്, പഴയ വെബ്സൈറ്റ് അല്ല, ഈ വെബ്സൈറ്റിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് ഹവിൽദാർ വേക്കൻസീസ് അനക്ഷർ 16 കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റിസർവേഷൻ ബെനിഫിറ്റ്സിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, OBC, EWS, കൂടാതെ എക്സ് സർവീസ് മെൻ, അതേപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് PWD കാറ്റഗറീസിനും ഇതേപോലെ റിസർവേഷൻ പറയുന്നുണ്ട്. അപ്പം ഇവിടെ പെർമിസിബിൾ ഡിസബിലിറ്റീസ് ഫോർ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ ശ്രദ്ധിക്കുക, ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഏതാണ്, സൂട്ടബിൾ കാറ്റഗറിയിൽ പെടുന്നത് ഏതാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ട ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ BLV എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ BLV അല്ലെങ്കിൽ DHH എന്താണെന്നുള്ളത് പിന്നീട് ഈ അബ്രിവിയേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിലും അതേപോലെ തന്നെ നേച്ചർ ഓഫ് ഫിസിക്കൽ ഡിസബിലിറ്റീസിലും ഒക്കെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ S, ഇപ്പോൾ ഹവിൽദാറിൻ്റെ കേസിലാണെങ്കിൽ S എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് ആണ്, ST എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിംഗ് ആണ്, W എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ആണെന്ന് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആകും. അതേപോലെ തന്നെ HH, ഇപ്പം കാറ്റഗറി ഓഫ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണെങ്കിൽ HH എന്ന് പറഞ്ഞാൽ ഹാർഡ് ഓഫ് ഹിയറിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ OA എന്ന് പറഞ്ഞാൽ 1 arm എഫക്റ്റഡ് ആണ്. അപ്പം അങ്ങനെയുള്ള കാറ്റഗറിക്ക് ഈ പറയുന്ന ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ MTS ആണെങ്കിൽ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് തന്നെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസിൻ്റെ കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഏജ് ലിമിറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഏജ് എപ്പോഴാണ് ആ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് 1/8/2024 ആണ്.
അതായത് ഓഗസ്റ്റ് 1 ആ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് ഏജ് ലിമിറ്റിന് തീരുമാനിക്കുന്നത്. എത്ര വയസ്സ് വരെ ആണ് എഴുതാൻ പറ്റുന്നത് വെച്ചാൽ 18 to 25 ഇയേഴ്സ് ആണ്. ആസ് പെർ ദി റിക്രൂട്ട്മെന്റ് റൂൾസ് ഇങ്ങനെയാണ് പറയുന്നത്. 18 to 25 ഇയേഴ്സ് ഒരു കാറ്റഗറി 18 to 25 ഇയേഴ്സ് ആണ്. നോട്ട് ബിഫോർ 2/8/1999 ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 1/8/2006. സോ ഈ ഒരു ഏജ് ഈ ഒരു ഡേറ്റ്സിനകത്ത് പെട്ടിരിക്കണം. അതാണ് 18 to 25 ഇയേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ചില കാറ്റഗറി ഓഫ് പോസ്റ്റിന് 18 to 27 ഇയേഴ്സ് ആണ് പറയുന്നത്. 18 to 27 ഇയേഴ്സ് ആണെങ്കിൽ ബിറ്റ്വീൻ 1997 ആൻഡ് 2006 ആണ്. പ്രത്യേകിച്ച് ഫോർ ഹവൽദാർ ഇൻ CBIC ആൻഡ് CBN ഡിപ്പാർട്ട്മെൻറ്റ്, then Department of Revenue and few post of MTS. സോ ചില പോസ്റ്റിന് 18 to 25 ഇയേഴ്സ് വരെ ആണെങ്കിൽ മാത്രമേ പരിഗണിക്കുള്ളൂ. എന്നാൽ മറ്റ് ചില പോസ്റ്റിന് 18 to 27 ഇയേഴ്സ്. സോ 25 വയസ്സ് വരെ ആണെങ്കിൽ ആൾക്ക് ഒരുവിധ എല്ലാ പോസ്റ്റും തന്നെ എഴുതാവുന്നതാണ്. 27 വയസ്സ് വരെ ആകുമ്പോൾ കുറച്ച് പോസ്റ്റുകൾ അങ്ങ് പോകും. അത് ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചില പോസ്റ്റിന് 27 വയസ്സ് വരെ എഴുതാൻ പറ്റും. ഓക്കെ. ആൻഡ് അതേപോലെ തന്നെ ഏജ് റിലാക്സേഷൻ്റെ കാര്യം നോക്കുക. ഏജ് റിലാക്സേഷൻ ആസ് യൂഷ്വൽ SC/ST ആണെങ്കിൽ 5 ഇയേഴ്സ്, അതേപോലെ തന്നെ OBC ആണെങ്കിൽ 3 ഇയേഴ്സ്, PWBD അൺറിസർവ്ഡ് 10 ഇയേഴ്സ്, OBC ആണെങ്കിൽ 13, 15 ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6.2 അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ടു ബി ഫിൽഡ് ഇൻ ദി ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ അഥവാ സെക്കൻഡറി സർട്ടിഫിക്കറ്റിൽ എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരിക്കുന്നത് അത് വേണം ഫില്ലപ്പ് ചെയ്യാൻ. കാരണം അത് മാത്രമാണ് കമ്മീഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മളെ ഡേറ്റ് തീരുമാനിക്കാനായിട്ട്. നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡേറ്റ് ആയിരിക്കും കമ്മീഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലെ ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് ആണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോസ്റ്റിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് നേരത്തെ എടുത്ത് കൈവശം വെക്കണം. അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 31/7, അതായത് ലാസ്റ്റ് ഡേറ്റ് ആണ് 31/7/2024 ആണ്. അതായത് ജൂലൈ 31 മുമ്പ് തന്നെ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ കൈവശം വെക്കണം. ഇത് എവിടെയും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് നമുക്ക് ഇപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട. പക്ഷേ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അവിടെ ഫർണിഷ് ചെയ്യണം. ആ യൂസർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫർണിഷ് ചെയ്യണം. അഥവാ നമ്മൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഫർണിഷ് ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെ എന്നാൽ ഈ പറയുന്ന റിസർവേഷനും ഈ ക്ലെയിമും വെച്ചിട്ട് നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് അവകാശവും യൂസർ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്, ഇൻറ്റൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട് എന്ന് കൃത്യമായിട്ട് SSC പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ റിലാക്സേഷൻ വരുന്ന കാറ്റഗറി ആയിക്കോട്ടെ, ലൈക്ക് SC/ST, OBC അല്ലെങ്കിൽ EWS അല്ലെങ്കിൽ PWBD ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് റിലാക്സേഷൻ അല്ലെങ്കിൽ റിസർവേഷൻ ബെനിഫിറ്റ്സ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, സർട്ടിഫിക്കറ്റ് നേരത്തെ എടുത്ത് വെക്കുക. എന്നാൽ മാത്രം അത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് മാത്രമേ അത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നേരത്തെ എടുത്ത് കൈവശം വെക്കണം. ഇനി ഇവിടെ പറയുന്ന ഒരു കേസ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഓഫ് കോമ്പൻസേറ്ററി ടൈം ആൻഡ് അസിസ്റ്റൻസ് ഓഫ് സ്ക്രൈബ് ആണ്. അതായത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റിന് എക്സ്ട്രാ ടൈമും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ക്രൈബിൻ്റെ ഒരു പ്രൊവിഷനും പറയുന്നുണ്ട്. സ്ക്രൈബിൻ്റെ പ്രൊവിഷൻ പറയുന്നത് 3 ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനാണ്. ഒന്ന് കാറ്റഗറി ഓഫ് ബ്ലൈൻഡ്നെസ്, അതേപോലെ തന്നെ ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ളവർ. ലോക്കോമോട്ടർ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ബോത്ത് ആംസ് അഫക്റ്റഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എഴുതാൻ പറ്റില്ല, മറ്റൊരാൾ എഴുതേണ്ടി വരും. ആൻഡ് ദെൻ മൂന്നാമത്തെ കേസ് പറയുന്നത് സെറിബ്രൽ പാൾസി. ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് ഒരു സ്ക്രൈബ് എന്ന് പറയുന്ന പ്രൊവിഷൻ ഉണ്ട്. ഇനി മറ്റ് കാറ്റഗറീസിൽ ആർക്കെങ്കിലും സ്ക്രൈബ് ആവശ്യമാണെങ്കിൽ ദേ ഹാവ് ടു പ്രൊഡ്യൂസ് എ സർട്ടിഫിക്കറ്റ്. ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ആ സർട്ടിഫിക്കറ്റ് അനക്ഷർ 1 അവൈലബിൾ ആണ്. ആൻഡ് അത് സൈൻ ചെയ്യേണ്ടത് ചീഫ് മെഡിക്കൽ ഓഫീസറോ അല്ലെങ്കിൽ സിവിൽ സർജനോ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ട് ഓഫ് ഗവൺമെൻറ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ പറയുന്ന ആൾക്ക് ലിമിറ്റേഷൻ എഴുതാൻ ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്രൈബിനെ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് അനക്ഷർ 1. ഇനി ഇതൊന്നും കൂടാതെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. അതായത് ലെസ് ദാൻ 40% ആണ് ഡിസബിലിറ്റി ലെസ് ദാൻ 40% ആണ്. പക്ഷേ ഡിഫിക്കൽറ്റി ഉണ്ട് റൈറ്റിങ്ങിന് എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അനക്ഷർ 1A കൊടുത്തിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എക്സാമിൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന വിഭാഗത്തിന് ഒരു സ്ക്രൈബ് എന്ന് പറയുന്ന ഫെസിലിറ്റി ഉണ്ട്. അതായത് 8.2ലും 8.3ലും പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ സ്ക്രൈബ് കൊടുക്കുന്നുള്ളൂ. അതേസമയം 8.1 ബൈ ഡീഫോൾട്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ളവർ, സെറിബ്രൽ പാൾസി ഉള്ള കാൻഡിഡേറ്റിന് ബൈ ഡീഫോൾട്ട് ഒരു സ്ക്രൈബ് അവൈലബിൾ ആണ്. ഇനി PWBD കാറ്റഗറീസിലെ കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കുക.
സ്ക്രൈബിന് അല്ലെങ്കിൽ പാസേജ് റീഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുത്തെങ്കിൽ മാത്രമേ സ്ക്രൈബ് എന്ന് പറയുന്ന പ്രൊവിഷൻ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ കിട്ടില്ല. പിന്നെ ശ്രദ്ധിക്കുക, സ്ക്രൈബിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അത് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്തായിരിക്കണം സ്ക്രൈബിൻ്റെ ക്വാളിഫിക്കേഷൻ. ദാറ്റ് ഷുഡ് ബി 1 സ്റ്റെപ്പ് ബിലോ ദ ക്വാളിഫിക്കേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്. സോ കാൻഡിഡേറ്റിൻ്റെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ 1 സ്റ്റെപ്പ് കുറവായിരിക്കണം സ്ക്രൈബിൻ്റെ ക്വാളിഫിക്കേഷൻ. അത് ഡിക്ലെയർ ചെയ്യും വേണം. അതേപോലെ തന്നെ സ്ക്രൈബിൻ്റെ ID പ്രൂഫ് ഉണ്ടായിരിക്കണം. ഡിക്ലറേഷൻ തെറ്റാണെങ്കിൽ കാൻഡിഡേച്ചർ തന്നെ ക്യാൻസൽ ചെയ്യാം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം സ്ക്രൈബിനെ വെക്കുന്നവർ 8.7 എന്ന് പറയുന്ന പാരായും കൂടി നന്നായിട്ടൊന്ന് വായിക്കണം. അപ്പോൾ സ്ക്രൈബിനെ വെക്കാനുള്ള പ്രൊവിഷൻസ് ഇതൊക്കെയാണ്. ഇനി എസെൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ കാര്യം ശ്രദ്ധിക്കുക. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അഥവാ ഹവൽദാർ രണ്ടിൻ്റെ ആയാലും നമ്മുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് എന്താണ്, മെട്രിക്കുലേഷൻ ആണ്, 10th സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. സോ കട്ട് ഓഫ് ഡേറ്റ് ശ്രദ്ധിക്കുക, August 1 മുമ്പ് പേപ്പറെല്ലാം, അതായത് 10th ക്ലാസ് 10th സ്റ്റാൻഡേർഡ് ക്ലിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. എന്നതിന് ശേഷം MTSന് അപ്ലൈ ചെയ്യുക. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഫോട്ടോയും സിഗ്നേച്ചറുമാണ്. ഇത് രണ്ടും കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ചിലപ്പം എറേഴ്സോ ഒന്നും തന്നെ പറയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എക്സാമിന് കുറച്ച് മുമ്പായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മൾ ഫോട്ടോ ഉദ്ദേശിച്ച പോലെയല്ല വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുദ്ദേശിച്ച പോലെയല്ല വന്നിരിക്കുന്നത്, സിഗ്നേച്ചർ ബ്ലേർഡാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റാതാകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത് വളരെ കെയർഫുള്ളായിട്ട് വേണം ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഇതിൽ ഫോട്ടോസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ലൈവ് ഫോട്ടോ ആണ് ക്യാപ്ചർ ചെയ്യേണ്ടത്. ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, നേരത്തെ പോലെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ലൈവ് ഫോട്ടോ ആണ് ക്യാപ്ചർ ചെയ്യേണ്ടത്. ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പം സൈഡ് വ്യൂ ഒന്നും അല്ല വേണ്ടത്, നേരെയുള്ള വ്യൂ ആയിരിക്കണം. ഐ ലെവലിലായിരിക്കണം ക്യാമറ വെക്കേണ്ടത്. അതേപോലെ തന്നെ ലൈറ്റ് ഗുഡ് ലൈറ്റും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടും ആയിരിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് യു ഹാവ് ടു ലുക്ക് സ്ട്രെയിറ്റ്, നേരെ നോക്കണം എന്നുള്ള കാര്യവും കൂടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ലൈവ് ഫോട്ടോഗ്രാഫ്സ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കുക, തലതിരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാലും ബ്ലേർഡ് ആയി കഴിഞ്ഞാലെല്ലാം ആ സമയത്ത് അത് കയറുമായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പം അവർ മാനുവലി ഇത് ചെക്ക് ചെയ്യുമ്പം ഇതിൽ വ്യത്യാസം വരുവാണെങ്കിൽ കാൻഡിഡേസി റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. കുറേ തവണ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്ത് ഓക്കെ ആണോ എന്ന് നോക്കണം, പ്രിൻറ്റ് അവസാനം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്യാപ്പോ മാസ്കോ ഗ്ലാസസോ ഇയർഫോൺസോ ഹെഡ്ഫോൺസോ ഒന്നും വെയർ ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പാടില്ല. ആൻഡ് ദെൻ സിഗ്നേച്ചറിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. കൃത്യമായിട്ട് പറയുന്നുണ്ട് 10x20 KB ആണ് സ്കാൻഡ് സിഗ്നേച്ചറിൻ്റെ സൈസ് എന്ന് പറയുന്നുണ്ട്. ഹൈറ്റിൻ്റെ കാര്യവും ശ്രദ്ധിക്കുക, 6 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. ആൻഡ് ബ്ലേർഡ് ആകാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വളരെ ചെറുതാവാനും പാടില്ല. ആ സൈസിൽ അനുസരിച്ചായിരിക്കണം നമ്മൾ സിഗ്നേച്ചർ ആയാലും നമ്മുടെ ഫോട്ടോ ആയാലും എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ആപ്ലിക്കേഷൻസ് വിത്ത് ഇൻഅപ്രോപ്രിയേറ്റ് ഫോട്ടോഗ്രാഫ്സ്, ബ്ലേർഡ് ഓർ മിനിയേച്ചർ ഫോട്ടോഗ്രാഫ്സ് ഓർ സിഗ്നേച്ചർ നോട്ട് മീറ്റിംഗ് ദി അബവ് റിക്വയർമെൻറ്റ്സ് വിൽ ബി റിജക്റ്റഡ് സമ്മറിലി. അത് അപ്പം റിജക്റ്റ് ചെയ്യുന്നല്ല, അത് മാനുവലി ചെക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീടായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ റിജക്റ്റ് ചെയ്തു എന്നുള്ളത്. അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡായി പോകും, പക്ഷെ നമ്മൾ പിന്നീടായിരിക്കും അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴും ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുമ്പം എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്. 31 ജൂലൈ ആണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ലാസ്റ്റ് ഡേറ്റ് വരെ ഒരു കാരണവശാലും കാത്തിരിക്കരുത്. അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്ത് പോവുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പം സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഫീസ് പേയ്മെൻറ്റിൻ്റെ സമയത്ത് അവിടെ സ്റ്റക്കായി പോവാം. അപ്പം അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അപ്ലൈ ചെയ്യാം. SSC ഏത് എക്സാം ആയാലും ആപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ്. വിമൻ കാൻഡിഡേറ്റ്സിനും കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC ST അതേപോലെ തന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് എക്സ് സർവീസ്മെൻ ഇവർക്കൊന്നും തന്നെ ഫീ ഇല്ല, ഫ്രീ ആണ്. വിൻഡോ ഫോർ കറക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് പകുതിയാകുമ്പോഴാണ് വിൻഡോ ഫോർ കറക്ഷൻ വരുന്നത്. 2 ദിവസം മാത്രമേ കഷ്ടിച്ച് നമുക്ക് ആ സമയമുള്ളൂ കറക്റ്റ് ചെയ്യാനുള്ള. അഥവാ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, അത് ഫ്രീ അല്ല, 200 രൂപ. അത്
ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളായാലും 200 രൂപ എന്തായാലും കറക്ഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു 200 രൂപ ആദ്യം കറക്റ്റ് ചെയ്യുമ്പോൾ ഇനി രണ്ടാമത് വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ളൊരു പ്രൊവിഷനും കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ 500 രൂപയാണ് വരുന്നത്. അപ്പം ഈ 2 പൈസയും എമൗണ്ട് നമുക്ക് ചിലവിടാതെ തന്നെ നേരത്തെ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കുക എല്ലാം കറക്റ്റായിട്ട് തന്നെയാണോ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, സോ 200 500 ഓർക്കുക, ഫ്രീ അല്ല. അത് ഏത് നേരത്തെ വിമൻ കാൻഡിഡേറ്റ്സ് എക്സെപ്റ്റഡ് ആണ്, ഫീ അടക്കണ്ട. പക്ഷേ ഇവിടെ എല്ലാ കാറ്റഗറിക്കും ഈ പറയുന്ന ഫീ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്, കറക്ഷൻ ആവശ്യമാണെങ്കിൽ. ഇനി നമുക്ക് സെൻറ്റേഴ്സ് ഓഫ് എക്സാമിനേഷൻ നോക്കാം. കേരള വരുമ്പോൾ നമുക്ക് വരുന്നത് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം. അപ്പോൾ ഇത്രയാണ് നമ്മളെ സെൻറ്റേഴ്സ്. സോ 3 സെൻറ്റേഴ്സ് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള സെൻറ്ററും പിന്നെ 2 സെൻറ്റേഴ്സ് ഏതാണെന്ന് വിചാരിച്ചാൽ വേറെ 2 സെൻറ്റേഴ്സും കൂടി വെക്കുക. ഇനി നമുക്ക് സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കാം. എങ്ങനെയാണ് MTS എക്സാം വരുന്നത്? സോ MTS എക്സാം എങ്ങനെയാണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, CBE ആണ്. അതേപോലെ തന്നെ പോസ്റ്റ് ഓഫ് ഹവിൽദാറും എക്സാമിനേഷൻ എന്താണ്? CBE ആണ്. പ്ലസ് എന്ത് വരുന്നുണ്ട്? ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കൂടി അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സാം നമുക്ക് മലയാളത്തിൽ വേണമെങ്കിലും എഴുതാം. സോ കമ്പ്യൂട്ടർ വിൽ ബി കണ്ടക്റ്റഡ് ഇൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എന്തായാലും ഉണ്ട്, പ്ലസ് അതർ 13 റീജിയണൽ ലാംഗ്വേജസ്. സോ മലയാളത്തിലും MTS എഴുതാവുന്നതാണ്. ആൻഡ് അടുത്ത കേസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ്. എന്തൊക്കെ സബ്ജക്റ്റാണ്, എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഫസ്റ്റ് വൺ ഇസ് എ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി ആണ് പറയുന്നത്. എത്രയാണ്? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 20 ആണ്, മാക്സിമം മാർക്സ് 60 ആണ്. സോ ദാറ്റ് മീൻസ് ഓരോ ചോദ്യത്തിനും എത്ര മാർക്കാണ് വരുന്നത്? 3 മാർക്കാണ് വരുന്നത്. റീസണിങ് എബിലിറ്റി ആയാലും 20 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ദെൻ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജിനുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, 25 ക്വസ്റ്റ്യൻസ്. സോ ഈ ഒരു സെക്ഷനിൽ നമുക്ക് 50 ക്വസ്റ്റ്യൻസും ഈ ഒരു സെക്ഷൻ നമുക്ക് 40 ക്വസ്റ്റ്യൻസും ആണ്. ആൻഡ് എല്ലാ ക്വസ്റ്റ്യനും ഇപ്പോൾ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും ആയാലും ഏതായാലും നമുക്ക് ഓരോ ചോദ്യത്തിനും വരുന്നത് 3 മാർക്കാണ്. ആൻഡ് സമയം എത്രയാണ്? 45 മിനിറ്റ്സ് ആണ്. സോ ആദ്യത്തെ സെഷന് 45 മിനിറ്റും രണ്ടാമത്തെ സെഷന് 45 മിനിറ്റ്, 90 മിനിറ്റ് കൊണ്ട് നമ്മളെ എക്സാം പരിപാടി തീരും. സോ അത്യാവശ്യം നല്ല സമയമുണ്ട്. കാരണം 40 ചോദ്യത്തിന് എത്ര സമയമാണ്? 45 മിനിറ്റാണ്. ഇവിടെ 50 ചോദ്യത്തിന് 45 മിനിറ്റ്, അത് വളരെ കൂടുതലാണ് അല്ലേ? 50 ചോദ്യത്തിന് 45 മിനിറ്റ് സമയം നമുക്ക് കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം ഒരു ഈ ഒരു എക്സാമിൻ്റെ ഒരു ടൈം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണ് എക്സാം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് 2 സെഷൻസ് ആണ്, സെഷൻ 1 ആൻഡ് സെഷൻ 2 സെയിം ഡേ ആണ് എക്സാം നടക്കുന്നത്. ആൻഡ് ബോത്ത് ദ സെഷൻസ് വിൽ ബി മാൻഡേറ്ററി. 2 സെഷൻസ് നിർബന്ധമായി എഴുതിയെങ്കിൽ മാത്രമേ MTS എക്സാം എന്ന് പറയുന്ന ആ എക്സാം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. 45 മിനിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 45 മിനിറ്റ്സ്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നെഗറ്റീവ് മാർക്സ് വരുന്നത് 1 മാർക്കാണ്, അതായത് 1/3 ആണ് വരുന്നത്. സോ 1 മാർക്കാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. അപ്പോൾ MTSന്റെ സിലബസ് നമുക്ക് നോക്കാം. മാത്സും റീസണിങ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ടോപ്പിക്സ് വരുന്നത്? ഹോൾ നമ്പേഴ്സ്, LCM, HCF, decimals and fractions, relationship between numbers, fundamental arithmetic operations, board mass percentage, ratio and proportion, work and time, almost everything എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എക്സെപ്റ്റ് അഡ്വാൻസ്ഡ് മാത്സ് ഒരുപാട് കാര്യങ്ങളില്ല. എന്നാലും ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ബേസിക് ജോമെട്രിക് ഫിഗേഴ്സ് പറയുന്നുണ്ട്. ഡിസ്റ്റൻസ്, ടൈം, ലൈൻസ് ആൻഡ് ആംഗിൾസ് പറയുന്നുണ്ട്. സോ 20 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബട്ട് ഒരു 10th സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ്ങിൽ സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ്, അതേപോലെ തന്നെ ജംബ്ലിംഗ്, നോൺ വെർബൽ റീസണിങ്, ഏജ് കാൽക്കുലേഷൻ, കാലണ്ടർ, ക്ലോക്ക്, ആൽഫ ന്യൂമറിക് സീരീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കോഡിങ് ആൻഡ് ഡീകോഡിങ്. ജനറൽ അവയർനെസ്സിൽ എല്ലാം വരുന്നുണ്ട്. എവറിത്തിങ് അണ്ടർ ദി സൺ എന്തായാലും വരും. സോഷ്യൽ സ്റ്റഡീസിൽ ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്ട്, കൾച്ചർ, സിവിക്സ് എല്ലാം അപ് ടു 10th സ്റ്റാൻഡേർഡ്. ജനറൽ സയൻസ്, എൻവയൺമെൻറ്റൽ സ്റ്റഡീസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് യൂഷ്വലി എല്ലാം വരുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വൊക്കാബുലറി ഉണ്ട്, ഗ്രാമർ ഉണ്ട്, സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ട്, സിനണിംസ്, ആൻറ്റണിംസ്, കറക്റ്റ് യൂസേജ് ആൻഡ് ദെൻ കോംപ്രിഹെൻഷൻ ഉണ്ട്, സിമ്പിൾ പാരഗ്രാഫ് പറയുന്നുണ്ട്, ആൻഡ് ദെൻ സം ക്വസ്റ്റ്യൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് പാരഗ്രാഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡിക്കേറ്റീവ് സിലബസ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പറയുന്ന ഹവിൽദാർ CBIC ആൻഡ് CBN ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും പറഞ്ഞിട്ടുണ്ട്. സോ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ മെയിൽ ആയാലും ഫീമെയിൽ ആയാലും വാക്കിംഗ് പറയുന്നുണ്ട്. സോ മെയിൽ ആണെങ്കിൽ 1600 മീറ്റേഴ്സ് ആണ് പറയുന്നത് ഇൻ 15 മിനിറ്റ്സ്. ഫീമെയിൽ ആണെങ്കിൽ 1 കിലോമീറ്റർ ഇൻ 20 മിനിറ്റ്സ് ആണ് പറയുന്നത്. ആൻഡ് ദെൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ ഹൈറ്റും അതേപോലെ തന്നെ ചെസ്റ്റ് മെഷർമെൻറ്റും മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഒക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കാം. മെയിൽ ആണെങ്കിൽ 157.5 ആണ് പറയുന്നത്. ആൻഡ് ദെൻ ഫീമെയിൽ ആണെങ്കിൽ 152 സെൻറ്റിമീറ്റർ. അതേപോലെ ചെസ്റ്റ് മെഷർമെൻറ്റ്സിൻ്റെ കാര്യം മെയിലിന് ചെസ്റ്റ് മെഷർമെൻറ്റ്സ് പറയുന്നുണ്ട്. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ ആണ്. എക്സ്പാൻഡഡ്, ഫുള്ളി എക്സ്പാൻഡഡ് വിത്ത് മിനിമം എക്സ്പാൻഷൻ ഓഫ് 5 സെൻറ്റിമീറ്റേഴ്സ് പറയുന്നത്. ഫീമെയിലിനാണെങ്കിൽ വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ചെസ്റ്റ് മെഷർമെൻ്റ് അല്ല, വെയിറ്റ് ആണ് 48 കിലോഗ്രാംസ് ആണ്
വെയിറ്റ് കാര്യങ്ങളും മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് MTS ആയാലും ഹവൽദാർ ആയാലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും, അതായത് സ്റ്റേറ്റ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റേറ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സും അതേപോലെ തന്നെ ലിമിറ്റഡ് നമ്പർ ഓഫ് UTസും ലിമിറ്റഡ് നമ്പർ ഓഫ് കാഡർ കൺട്രോളിംഗ് അതോറിറ്റിയാണ് CCA. അപ്പോൾ ലിമിറ്റഡ് നമ്പർ ഓഫ് കാഡറുമാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു കാഡറും ആ ഒരു സ്റ്റേറ്റിനെ മാത്രമേ ആ വേക്കൻസിക്ക് അഗെയിൻസ്റ്റ് മാത്രമേ നമ്മളെ പരിഗണിക്കുകയുള്ളൂ. അതായത് അതിൽ കൂടുതൽ, അതായത് ആ ഒരു മാർക്സ് ആ ഒരു കട്ട് ഓഫ് നമ്മൾ ക്ലിയർ ചെയ്തില്ല എങ്കിൽ നമുക്ക് ജോലിയില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാക്സിമം സ്റ്റേറ്റ്സും അതേപോലെ തന്നെ മാക്സിമം CCയും ഹവൽദാറും കൂടി ചെയ്യുവാണെങ്കിൽ മാക്സിമം CCയും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലതാണ് പറയുന്നത്, കാൻഡിഡേറ്റ്സ് വിൽ ബി കൺസിഡേർഡ് ഫോർ സെലക്ഷൻ അഗെയിൻസ്റ്റ് ദ വേക്കൻസീസ് ഓഫ് ഓൺലി ദോസ് സ്റ്റേറ്റ്സ് UTs ആൻഡ് CCS ഫോർ വിച്ച് ദേ ഹാവ് ഗിവൺ പ്രിഫറൻസ്. അവർ പ്രിഫറൻസ് കാൻഡിഡേറ്റ് പ്രിഫർ ചെയ്ത സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവരെ പരിഗണിക്കുകയുള്ളൂ. ഇപ്പോൾ 6 സ്റ്റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ 6 പ്രിഫറൻസ് മാത്രം കൊടുത്ത ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഡൽഹി, രാജസ്ഥാൻ, ഹവൽദാർ, CGST ജയ്പൂർ, ഹവൽദാർ ഡയറക്ടറേറ്റ്, CBN എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ 6 പ്രിഫറൻസേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ആ 6 പ്രിഫറൻസിലേക്ക് മാത്രമേ ഒരാളെ പരിഗണിക്കുന്നുള്ളൂ. അതിനപ്പുറത്ത് അയാൾക്ക് കട്ട് ഓഫ് വേറൊരു സ്റ്റേറ്റിൻ്റെയോ വേറൊരു ഹവൽദാർ CCയുടെയോ അയാൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ അതിന് പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് അഥവാ സ്റ്റേറ്റ് പ്രിഫർ ചെയ്യുമ്പോൾ, പോസ്റ്റ് കം സ്റ്റേറ്റ് പ്രിഫർ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം കൊടുക്കുക. നമ്മളെ ഹോം സ്റ്റേറ്റ് മുതൽ തൊട്ടപ്പുറത്തെ നെയ്ബറിങ് സ്റ്റേറ്റും പിന്നെ വേറെ കിടക്കുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണോ അതിന് മുഴുവൻ തന്നെ കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് സേഫാണ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, MTS ആണെങ്കിൽ, MTS ആണ് പോസ്റ്റ് പ്രിഫറൻസ് മുഴുവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, MTS ആണെങ്കിൽ നമുക്ക് ആകെ ഒരു റിട്ടേൺ എക്സാമേ ഉള്ളൂ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമേ ഉള്ളൂ. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ വരുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ് ഇൻറ്റൻഡിങ് യൂസർ ഡിപ്പാർട്ട്മെൻറ്റിന്. അതോടെ ആ ഒരു സ്കീം ആ ഒരു ഇത് കഴിഞ്ഞു. അതേസമയം ഹവൽദാറിൻ്റെതാണെങ്കിൽ ഹവൽദാറിൻ്റെ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത വരുന്നത് PET ആണ്. എഫിഷ്യൻസി ടെസ്റ്റും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടെസ്റ്റുമാണ്. അത് ക്ലിയർ ചെയ്യുമ്പോഴാണ് ആ പോസ്റ്റിലേക്ക് വരുന്നത്. ഇനി ഇത് ഈ രണ്ട് കട്ട് ഓഫും ക്ലിയർ ചെയ്ത ഒരാളാണെങ്കിൽ PETയോ PSTയോ ക്ലിയർ ചെയ്തില്ല എങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഫിസിക്കൽ എഫിഷ്യൻസിയിലോ അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനോ പോയിട്ടില്ല, അല്ലെങ്കിൽ പോയി ക്ലിയർ ചെയ്തില്ല, ഫെയിലായി പോയി എങ്കിൽ നിങ്ങളെ പരിഗണിക്കുന്നത് MTSനായിരിക്കും. അപ്പം അത് ശ്രദ്ധിക്കുക. ഒരു എക്സാമേ MTSനുള്ളൂ, ഹവൽദാറിനാണെങ്കിൽ 2 സ്റ്റേജാണ് വരുന്നത്. ഇനി ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് വേക്കൻസീസ് അനക്ഷർ 16 പറയുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതായത് ഓരോ കാഡർ കൺട്രോളിംഗ് അതോറിറ്റിയിൽ എത്രയാണ് കാറ്റഗറി വൈസ് വേക്കൻസീസ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വരുന്നത് അൺറിസർവ്ഡ് ആണെങ്കിൽ 42, SCക്കാണെങ്കിൽ 2, STക്കാണെങ്കിൽ 7, OBC 12, EWS 12 ആൻഡ് ടോട്ടൽ വേക്കൻസീസ് 75 ആണ് CGST തിരുവനന്തപുരം വരുന്നത്. ആൻഡ് ദെൻ മറ്റ് കാറ്റഗറീസിൻ്റെ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നെയ്ബറിങ് സ്റ്റേറ്റ്സ്, ചെന്നൈ കസ്റ്റംസിൻ്റെ കാര്യം പറയുന്നുണ്ട്. തിരുവനന്തപുരം കസ്റ്റംസിൽ വേക്കൻസീസ് ടോട്ടൽ വരുന്നത് 37 വേക്കൻസീസ് ആണ്. ഇക്കാര്യം ഓരോ കാറ്റഗറി വൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേക്കൻസി കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളെ കാറ്റഗറിക്ക് വേക്കൻസി കൂടുതലാണ്, കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് തീരുമാനമെടുക്കുക. എങ്ങനെയാണ്, ഏതൊരു പോസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് കാഡർ കൺട്രോൾ അതോറിറ്റിയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അതേപോലെ തന്നെ പോസ്റ്റ് സ്റ്റേറ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പം ഇവിടെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഓരോ റീജിയനും ഉണ്ട്, അതേപോലെ തന്നെ കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഡും ഈ റീജിയനും ഒക്കെ ശ്രദ്ധിക്കുക. ഇതിനനുസരിച്ചാണ് നമ്മൾ ആ പോസ്റ്റ് സ്റ്റേറ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ MTS നോട്ടിഫിക്കേഷൻ്റെ മേജർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മളെ ലാസ്റ്റ് ഡേറ്റ് ആണ് 31, അതായത് ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോയും സിഗ്നേച്ചറും കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക. അതേപോലെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് വീണ്ടും നോക്കുക ഫൈനൽ സബ്മിഷന് മുമ്പായിട്ട്. അതേപോലെ സ്റ്റേറ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോഴും പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോഴും ഒക്കെ വളരെ കെയർഫുൾ ആവുക. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം, വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്